സച്ചി അവളെ നോക്കുകൂടി ചെയ്യാതെ കഴിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് കമല തൻ്റെയും സച്ചിയുടെയും പ്ലേറ്റുകളെടുത്ത് അകത്തേക്ക് നടന്നു. പുറകെ അയാളും. കമല തന്നെ വെള്ളം കോരി വലിയ വട്ടകത്തിൽ നിറച്ചു. പക്ഷെ പ്ലേറ്റ് എടുക്കാൻ നോക്കുമ്പോഴേക്കും സച്ചി അതെടുത്ത് കഴുകിയിരുന്നു. പാത്രം കഴുകി വെച്ച് അവർ അടുക്കളവാതിൽ ചായ പുറത്തേക്ക് നടന്നു. വീടിന് ചുറ്റും ഇടതൂർന്ന മരങ്ങളും അതിൽ നിറയെ വള്ളിപ്പടർപ്പുമായതുകൊണ്ട് ആ പ്രദേശമാകെ ഹരിതാപമാണെന്ന് പറയാം. പോരാത്തതിന് കിളികളും അണ്ണാറക്കണ്ണന്മാരും യഥേഷ്ടം വിഹരിക്കുന്നു. മച്ചിന് മുകളിൽ പ്രാവുകൾ കൂടൊരുക്കിയിട്ടുണ്ടെന്ന് താഴ്ന്നു മനസ്സിലാക്കാം. കുറുകലുകളും ചിറകടിച്ച ഉയർന്ന ശബ്ദം താഴേക്ക് തടസ്സമില്ലാതെ എത്തുന്നു. ചിലപ്പുള്ളവ മുറ്റത്തിന് വശത്തിനും കുറച്ചു മാറി കൊത്തിപ്പെറുക്കുന്നത് കാണാം. വീടിന് പിൻവശത്തു കൂടി 2 കീരിയും കുട്ടികളും കടന്നു പോകുന്നുണ്ടായിരുന്നു. സച്ചിയുടെ കാൽപ്പെരുമാറ്റം കേട്ടതും അവ തല ഉയർത്തി 2 കാലിന് നോക്കി പരിചയഭാവത്തോടെ അതുവഴി കടന്നുപോയി. കമലയ്ക്ക് ഒക്കെയൊരു അനുഭവമായിരുന്നു. സച്ചിയുടെ വിരൽത്തുമ്പിൻ്റെ തണുപ്പ് തനിക്ക് പകരുന്ന അനുഭൂതിയെ പ്രണയമെന്നോ അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ മറ്റെന്തെങ്കിലും സ്നേഹപ്രകടനമെന്നോ വിളിക്കണമെന്ന് അവൾ അതിയായി മോഹിക്കുന്നുണ്ടായിരുന്നു. ആ വിരലുകളിൽ നിന്ന് വേർപെടാതെ അവൾ അവ കോർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. കാടും മേടും പൂത്തൊരുങ്ങി നിൽക്കുന്നു. വഴിയില്ലാത്ത കാട്ടിൽ വഴി തീർത്തുകൊണ്ട് മഞ്ഞപ്പൂക്കൾ വസന്തമൊരുക്കിയിരിക്കുന്നു. ഇലത്തണലുകളിൽ കൂടി വെയിൽ നാളങ്ങൾ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ആകെ കുളിരാണ്. പ്രകൃതിക്ക് ആർദ്രതയുള്ള സുഗന്ധമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സച്ചിയുടെ പുറകെ ആ വിരലിൽ ചുറ്റിപ്പിടിച്ച് അവൾ നടന്നു. വൻമരങ്ങൾക്ക് കീഴെയുള്ള ഓരോ പുൽനാമ്പിനെയും അവൾ അപ്പോൾ പ്രണയിച്ചു. തന്നെ തഴുകി ഉണർത്തുന്ന കാറ്റിനെ, തൻ്റെ നാസികയ്ക്ക് സുഗന്ധം പകരുന്ന പേരറിയാത്ത പൂക്കളെ, തനിക്ക് ചൂടേകാത്ത വെയിലിനെ, എല്ലാത്തിലും അവൾ പ്രണയം കണ്ടു. അയാളെ മതിമറന്ന് അവൾ പ്രണയിച്ചു. പ്രണയം കൂടുമ്പോൾ അവൾ വിരലുകൾ പതിയെ അമർത്തി. അപ്പോൾ സച്ചി അവളെ പ്രണയാതുരമായി കാംക്ഷിച്ചു. അതവളിൽ നാണമോ മറ്റെന്തെല്ലാമോ വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഏറെ നടന്നു 2 പേരും ഒരു വലിയ മരത്തിന് കീഴെ എത്തി. അതിന് ചുറ്റുമായി വൃത്താകൃതിയിൽ മതിൽ കെട്ടിയിരിക്കുന്നു. ചുറ്റിലുമായി മഞ്ഞപ്പൂക്കൾ പരവതാനി കണക്കെ. സച്ചി അവിടേക്ക് ചാടിക്കേറിയിരുന്നു. കമല വിഷണ്ണയായി അയാളുടെ കാലിന് ചുവട്ടിൽ നിന്നു. സച്ചി വെറുതെ ചിരിച്ച് അവിടെ തന്നെ ഇരുന്നു. കമലയുടെ മുഖം അപ്പോഴേക്കും കാറുമൂടിയ ആകാശം പോലെയായിരുന്നു. അത് മനസ്സിലാക്കിയെന്നോണം സച്ചി താഴേക്ക് തന്നെ ചാടിയിറങ്ങി. കമല മുഖം തിരിച്ച് താഴെയുള്ള പൂക്കളും കൂടെ മഞ്ചാടി മണികളും പെറുക്കിയെടുത്തുകൊണ്ടിരുന്നു. പെണ്ണേ, സച്ചി അവളെ വിളിച്ചു. തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറയുന്നു. വാശി സമ്മതിക്കുന്നില്ല. മനസ്സ് തോറ്റു. കമല തിരിഞ്ഞു നോക്കി. സച്ചി അവളെ ഇടുപ്പിൻ്റെ ഇരുവശവും പിടിച്ച് മുകളിലേക്ക് കയറ്റിയിരുത്തി. ധാവണിയുടെ നഗ്നമായ ഇടതുവശത്ത് സച്ചിയുടെ മെലിഞ്ഞ തണുത്ത വിരലുകൾ അമർന്നപ്പോൾ അവളേറെ വിറച്ചു പോയിരുന്നു. സച്ചി അവളെ അടുത്ത് തന്നെ വീണ്ടും ചാടിക്കേറി ഇരിപ്പുറപ്പിച്ചു. കൈകൾ തൊട്ട് വിരലുകൾ തൊട്ട് അവരങ്ങനെയിരുന്നു. കൈകൾ സച്ചിയുടെ മടിയിൽ വിശ്രമം കൊണ്ടു. വിരലുകളിൽ അയാൾ തിരി പിടിപ്പിച്ചു. അവൾക്കത് ഒരാനന്ദമായിരുന്നു. വിട്ടുകൊടുക്കാതെ ആ വിരലുകളെ അവളും തൊട്ടുകൊണ്ടിരുന്നു. കാറ്റ് വീശുമ്പോൾ ഇലകളും അതിലും കൂടുതലായി മഞ്ഞപ്പൂക്കളും താഴേക്ക് വീണുകൊണ്ടിരുന്നു. കമലയുടെ മുടിത്തുമ്പിലും മടിയിലുമെല്ലാം മഞ്ഞപ്പൂക്കൾ സ്ഥാനം പിടിച്ചിരുന്നു. സംസാരിക്കാനൊന്നുമില്ലാതെ കാറ്റിലും പൂവിലും പ്രണയം പറഞ്ഞും അനുഭവിച്ചും അവരങ്ങനെ ഇരുന്നു. അടുത്ത് തന്നെ മഞ്ചാടി മണികൾ കണ്ടപ്പോൾ ഒരു വേള അവൾ കൈകൾ വേർപെടുത്തി അത് പെറുക്കിയെടുത്തു. കൈവിരലുകൾ അയാളുടെ വിരലുകളിൽ നിന്നും അടർന്നപ്പോൾ സച്ചിയൊന്ന് തല ഉയർത്തി നോക്കി. മഞ്ചാടികൾ പെറുക്കി അടുത്തുള്ള വീതിയേറിയ ഒരില പറിച്ച കുമ്പിൾ കുത്തി അവൾ അതിലിട്ടു. വീണ്ടും കൈകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു കിടന്നു. വിരലുകൾ വീണ്ടും തന്ത്രി മീട്ടി. ഒത്തിരി നേരം അവർ പ്രണയിച്ചു. 2 പേരും മനസ്സുകൊണ്ട് കൂടുതൽ അറിഞ്ഞു. പ്രണയത്തിൻ്റെ കാവ്യങ്ങൾ രചിച്ചു. മറ്റൊരു വിഷയവും അപ്പോൾ കടന്നു വന്നില്ല. പ്രണയം മാത്രം. ചുംബനങ്ങൾ പോലും അപ്പോൾ അവർക്കിടയിലേക്ക് കടന്നു വരാൻ മടികാട്ടി. കവിതകൾക്ക് ജന്മം കൊടുക്കുന്നവരായതുകൊണ്ടാവാം വിരലുകളിലായിരുന്നു പ്രണയത്തിൻ്റെ തീവ്രതയും ഭാവവുമൊക്കെ വന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരുമിച്ചിരുന്നത് കൊണ്ടവർ കവിതകൾ എഴുതുകയും പഴയ പാട്ടുകൾ മൂളുകയും ചെയ്തുകൊണ്ടിരുന്നു. കാറ്റും വെയിലും പൂവും സുഗന്ധവും അവരെ തഴുകി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഏറെ നേരം ഒരുമിച്ചിരുന്ന സമയത്തെക്കുറിച്ച് കമല ആശങ്കപ്പെടാതെയില്ല. സച്ചി മുൻകൈ എടുത്താണ് പോവേണ്ട കാര്യം പറഞ്ഞത്. സച്ചിയിൽ നിന്നും വിട്ടുപോകുന്നതിൽ
അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നിയിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾ തൻ്റെ ഉള്ളിൽ ഒരിക്കലും പിഴുതെടുക്കാൻ കഴിയാത്ത വിധം വേരുറച്ചു പോയെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യം വന്നിരുന്നു. സച്ചിയെ പിരിഞ്ഞിരിക്കുന്ന അയാളുടെ ഓർമ്മകൾ അലട്ടുന്ന സമയം മുതൽ കമല മറ്റൊരു രാധ ആകുന്നുവെന്ന് അവൾക്കും തോന്നി. കണ്ണനെ കാണാതെ വിരഹിണിയായി കേഴുന്ന പാവം രാധ തിരിച്ച് അയാൾക്കൊപ്പം വീട്ടിലേക്ക് നടക്കുമ്പോൾ വർദ്ധിച്ച ഹൃദയഭാരം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇനിയും ഇങ്ങനെ ഒന്നാവാതെ കാത്തിരിക്കാൻ വയ്യ എന്ന് പറയണമെന്ന് കമല അപ്പോൾ നിശ്ചയിച്ചു. തിരിച്ച് വീട് പൊട്ടി രണ്ടുപേരും ഇറങ്ങി. സച്ചി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. കമല അയാളുടെ മുഖത്തേക്ക് നോക്കി നടക്കുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. അതറിഞ്ഞതുപോലെ സച്ചി അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. അവൾക്കതൊരാശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ വിരലുകൾ മുറുകെ പിടിച്ചു. മാഷേ, ഇനിയും ഇങ്ങനെ എനിക്ക് പറ്റണില്ല. അവളത് പറഞ്ഞിട്ട് അയാളെ പിടിച്ചു നിർത്തി. ജോലിയിൽ അടുത്തയാഴ്ച കയറില്ലേ, മാഷിന് വീട്ടിൽ വന്ന് സംസാരിക്കൂ. എനിക്കിനിയും വയ്യ. ചിലപ്പോൾ ഇനിയും പറയാതിരുന്നാൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടാലോ? അവളുടെ കണ്ണുകൾ നിറയുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു. കമലയ്ക്ക് അയാളുടെ നെഞ്ചിലേക്ക് ചായാൻ അധിക സമയം വേണ്ടി വന്നില്ല. കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ നെഞ്ചിനെ നനച്ചുകൊണ്ട് താഴേക്ക് പെയ്തുകൊണ്ടിരുന്നു. അയാൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. വൈകില്ല, ഞാൻ വരും കമലയുടെ വീട്ടിലേക്ക്, ഒപ്പം കവിതയായി കൂടെ കൂട്ടാൻ. അതും പറഞ്ഞുകൊണ്ട് തന്നെ അവർ നടന്നു. റോഡിലേക്ക് ഇറങ്ങിയതും കുറച്ച് അവിടെ നിന്ന ശേഷം ബസ് വന്നപ്പോൾ അവർ കയറി. അയാൾക്കടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി അവൾ പുറകിലാണ് കയറിയത്. പക്ഷെ രണ്ടു പേർക്കും ഇരിക്കാൻ മട്ടിൽ സീറ്റില്ലായിരുന്നു. അയാൾ ഇരിക്കാത്തത് കൊണ്ട് അവളും ഇരുന്നില്ല. പക്ഷെ ഒരു സ്ത്രീ എഴുന്നേറ്റപ്പോൾ അവിടെയുള്ള സീറ്റിൽ അവളെ അയാൾ നിർബന്ധിച്ചിരുത്തി. അടുത്തുള്ള സ്ത്രീ എത്രയും വേഗം എണീക്കണേ എന്നവൾ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ സച്ചി അവൾക്കടുത്ത് തന്നെ നിന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അരികിലിരുന്ന സ്ത്രീ എഴുന്നേറ്റിറങ്ങി. കമല അരികിലേക്ക് നീങ്ങിയിരുന്നു. കൂടെ സച്ചിയും അവിടേക്കിരുന്നു. അവൾ ബാഗ് മടിയിൽ വെച്ചു. കൈകൾ രണ്ടും അതിന്മേൽ വെച്ചു. സച്ചി തൻ്റെ ഒരു കൈ അവളുടെ കൈകളുമായി കോർത്തു. മുറുകിയും മയഞ്ഞും തമ്മിൽ മത്സരിച്ച് പുണർന്നു. 2 ആഴ്ചക്കാലം കടന്നുപോയി. ഇതിനിടയിൽ സച്ചിയും അമ്മയും അച്ഛനും കമലയെ കണ്ടു മടങ്ങിയിരുന്നു. കല്യാണത്തിൻ്റെ നേരവും കാലവും അവർ തന്നെ കുറിച്ച് വാങ്ങുകയും ചെയ്തു. പിന്നീട് ഒരു തിരക്കായിരുന്നു. ഒരു ഭാര്യയാവാനുള്ള, തൻ്റെ പാതിയാവാനുള്ള അവളുടെ തിരക്കങ്ങൾ സച്ചി ഓരോ രാവേറിയുള്ള വിളികളിലും സച്ചി അറിഞ്ഞു. 1998 മലയാളം കൊല്ലവർഷം മകരം 13. ഇന്ന് കമലയും സച്ചിയും ഒരുമിക്കുന്ന ആ സുദിനമാണ്. ആർഭാടങ്ങൾ ഏതുമില്ല. കുറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ കമലയുടെ തറവട് തല ഉയർത്തി നിന്നു. മുഹൂർത്തം 9-നും 10-നും ഇടയിലാണ്. നേരത്തെ ആയതിനാൽ കമലയുടെ വീട്ടിൽ എല്ലാവരും തന്നെ എത്തിയിരുന്നു. ആ തറവാട്ടിലെ കമലയുടെ മാതാപിതാക്കളുടെ വിവാഹശേഷമുള്ള ആദ്യ വിവാഹമാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഒത്തിരി പേരുണ്ടായിരുന്നു. താനും ഏറെ നാളത്തെ കവിത പോലുള്ള പ്രണയത്തിൻ്റെ സാഫല്യമാണിന്ന്. കഴിഞ്ഞ രാത്രികൾ കമല കുളത്തിലേക്ക് കുളിക്കാൻ പോയപ്പോൾ ഒന്നുകൂടി ഓർത്തു നോക്കി. രാത്രിയിൽ വീട്ടിലെ തിരക്കുകൾ നേരത്തെ തീർത്തു. കമല മുകളിലെ മുറിയിലേക്ക് വന്നു. മുടി അഴിച്ച ജനാലയ്ക്കൽ നിൽക്കുമ്പോഴാണ് സച്ചിയുടെ പേര് ഫോണിൽ തെളിഞ്ഞത്. മാഷേ, അവൾ വളരെ മൃദുവായി വിളിച്ചു. കമല ഉറങ്ങിയില്ലേ? നാളെ രാവിലെ എണീക്കണ്ടേ? അവൾ മൂളി. ഇനിയുള്ള നാഴികകളും വിനാഴികകളും കഴിഞ്ഞാൽ ഈ കവിത എനിക്ക് മാത്രമായി പാടാനും എഴുതാനുമായി തീരും അല്ലേ കമല? സച്ചിയുടെ നാവിൽ നിന്നും അത്തരമൊരു വാക്ക് കേൾക്കുകയേ വേണ്ടു. കമലിലെ പെണ്ണിന് ഉണരാൻ അധിക നേരം വേണ്ടി വന്നില്ല. അവൾ ചിരിച്ചു. വേഗം ഉറങ്ങാൻ നോക്ക്, നാളെ കാണാലോ. അതും പറഞ്ഞ് അയാൾ ചുടുചുംബനങ്ങൾ പറത്തി വിട്ടുകൊണ്ട് ശുഭരാത്രി പറഞ്ഞു വെച്ചു. കമല കുളക്കടവിലെ കുളിക്കാനിറങ്ങുമ്പോൾ നേരം വെള്ളക്കീറി വരുന്നതേയുള്ളൂ. അവൾ കുളത്തിൽ തലയടക്കം മുങ്ങി നിവർന്നു. എന്തെന്നില്ലാത്ത ഹൃദയം തുടിക്കുന്നു. മുൻപ് അയാളെ കാണുമ്പോൾ തനിക്ക് ഇത്തരമൊരവസ്ഥ തോന്നാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഈറൻ മറപ്പുരയിൽ നിന്നും മാറ്റി തറവാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ ഒരുങ്ങുന്നവരുടെ തിരക്കിൽപ്പെട്ടു. പക്ഷെ എപ്പോഴും അയാളിൽ താൻ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അധികം ഒരുക്കമൊന്നുമില്ല. തലയിൽ മുല്ലപ്പൂവ്, 4 വള, കഴുത്തിൽ 3 മാല, നെറ്റിയിൽ വട്ടപ്പൊട്ട്, ഒരു ചന്ദനക്കുറി, കസവ് സാരി, അത്രയുള്ളൂ. കമല ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കി. ജനാലയ്ക്കടുത്ത് നിന്ന് താഴെ നോക്കി. നിറയെ ആളുകൾ മുറ്റത്തും പറമ്പിലുമൊക്കെയായി. അവൾ തൻ്റെ നീർമാതളത്തെ അവിടെ നിന്ന് നോക്കി. അമ്മയോടവൾ പറഞ്ഞിട്ടുണ്ട് അതിനെ
താൻ പോയാലും പരിപാലിക്കണമെന്ന്. അവളെ ഒരുക്കിയ ശേഷം എല്ലാവരും താഴേക്ക് പോന്നു. കമല കണ്ണാടിക്ക് മുന്നിൽ തന്നെ നിന്നു. കൊണ്ടുപോവാനുള്ള പെട്ടിയിൽ അവൾ തനിക്ക് വേണ്ടപ്പെട്ട പുസ്തകങ്ങളും ചില എഴുത്തുകളും എല്ലാം ഒന്നുകൂടി ഭദ്രമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. സമയമായി എന്നും താഴെ നിന്നും ആരെല്ലാമോ പറയുന്നു. വീണ്ടും പരിഭ്രമം അവളിൽ നിറഞ്ഞു. കമലെ വീട്ടുകാരിൽ ചിലർ താഴേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മുതിർന്നവർക്ക് വെറ്റില കൊടുത്ത് അനുഗ്രഹം വാങ്ങി. അമ്മ വന്ന് താലം കൊടുത്തു. മണ്ഡപത്തിലേക്ക് ചെല്ലാൻ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അധിക നേരം മുഹൂർത്തം ഇല്ലാത്ത കാരണം കുറച്ചുപേർ അവളെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. തൻ്റെ എല്ലാമായവൻ മണ്ഡപത്തിൽ സന്നിഹിതനായിരുന്നു. മുൻപ് കാണുന്നത് പോലെയല്ലായിരുന്നു. അവൾക്കപ്പോൾ ആകെ ഒരു പരവേശം. കൈകാലുകൾ തണുത്തു പോകുന്നു. ഒരു വിധത്തിൽ താലം കൊണ്ട് മണ്ഡപം ചുറ്റിയവൾ അയാൾക്കടുത്തായി നിന്നു. സച്ചി ഒന്ന് നോക്കി. കൈകളൊന്ന് തൊട്ടുവോ ആവോ? അവൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. ആകെ എന്തൊക്കെയോ പോലെ. സച്ചിയെ ആദ്യമായി കാണുന്ന പോലെ. സമയമാവുന്നു. തിരുമേനി താലെടുത്ത് സച്ചിയുടെ കയ്യിൽ കൊടുത്തു. കേട്ടാം ലേ, മുതിർന്നവർ ആരോ നിർദ്ദേശിച്ചു. സച്ചിയുടെ നേർത്ത വിരലുകൾ കമലയുടെ കഴുത്തിൽ താലി ചാർത്തി. അയാളുടെ വിരലിലെ തണുപ്പ് താലിക്കൊപ്പം അവളുടെ കഴുത്തിലും ഞൊടിയിടയിൽ പടർന്നു. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സച്ചി വിരൽ തുമ്പിൽ ഒരു നുള്ളു സിന്ദൂരമെടുത്ത് സീമന്തരേക്കിൽ ചുവപ്പ് പടർത്തി. കല്യാണത്തിൻ്റെ തിരക്കുകൾ അവസാനിച്ചില്ല. വീണ്ടും ബന്ധുക്കൾ വന്നു പോയും സമ്മാനങ്ങളും ആശീർവാദങ്ങളും നൽകിക്കൊണ്ടേയിരുന്നു. കല്യാണ സദ്യയ്ക്ക് ശേഷം കമലയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിലാണ് സച്ചിയുടെ ആൾക്കാർ. കമല പക്ഷേ എല്ലാ പെൺകുട്ടികളെയും പോലെ കരഞ്ഞില്ല. അവൾ മോഹിച്ച നിമിഷങ്ങൾ ഒക്കെയും ഇനിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കമല എല്ലാവരോടും യാത്ര പറഞ്ഞു. മുറിയിൽ കമലയെ വീട്ടുകാർ സ്നേഹം പൊതിഞ്ഞുള്ള ആലിംഗനങ്ങൾ നൽകി. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സച്ചിയുള്ള കൈകളൊന്ന് പതിയെ അമർത്തി. കരയരുത്, സന്തോഷിച്ചിട്ട് വേണം എൻ്റെ ഒപ്പം ഇറങ്ങാൻ. സച്ചി പറഞ്ഞതനുസരിച്ച് കമല കണ്ണ് തുടച്ചു. താൻ എന്തിന് കരയണം? തൻ്റെ ആഗ്രഹം പോലെ, കവിത പോലെ തന്നിൽ വേരുറച്ചു പോയ ആ മനുഷ്യനോടൊപ്പം ഇനിയുള്ള കാലം കഴിയാനുള്ളതാ ഈ ജന്മം. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ അയാളുടെ കൈകൾ പിടിച്ചിറങ്ങി. മുറ്റത്ത് അമ്മയും അച്ഛനും ബന്ധുക്കളുമൊക്കെ തന്നെ യാത്രയാക്കാൻ വന്ന് നിൽക്കുന്നു. അവൾ ഇറങ്ങി. തോടിയുടെ ഇടത് ഭാഗത്തേക്ക് നോക്കി. അയാൾ സമ്മാനിച്ച നീർമാതളം അവളെ അരയ്ക്കൊപ്പം ആവുന്നതേയുള്ളൂ. ഒരു നിമിഷം അവൾ സച്ചിയെ നോക്കി. അയാളുടെ കണ്ണുകളിലായിരുന്നു ആ നോട്ടം എത്തിയുന്നത്. സച്ചി കൈകൾ ഒന്നുകൂടെ മുറുക്കി. രണ്ടുപേരുടെയും ചുണ്ടിൽ ചെറുചിരി വിരിഞ്ഞു. പോവാലേ അപ്പോൾ? സച്ചി അവളോടായി മെല്ലെ ചോദിച്ചു. ഒരിക്കൽ കൂടി പിന്തിരിഞ്ഞ് നോക്കി അവൾ. അയാൾക്കൊപ്പം കാറിലേക്ക് കയറി. അമ്മയും അച്ഛനും ഇരുഭാഗങ്ങളിലും വന്ന് നിന്നു. യാത്രയും മംഗളങ്ങളും നേർന്നു. കാർ മുന്നോട്ട് നീങ്ങി. ഒട്ടൊരു നേരത്തിന് ശേഷം അവർ സച്ചിയുടെ പഴയ തറവാട് വീടിൻ്റെ മുറ്റത്ത് വണ്ടി നിരന്നു. പച്ചകൾ തലയുയർത്തി നിൽക്കുന്ന വീടിൻ്റെ ചുറ്റുപാട്, തെളിനീരുള്ള കുളം, അടുത്തൊരു കാവ്. അവളിൽ കവിത നിറയാൻ ഇതിലും നല്ലൊരിടം മറ്റേതാണ് കമല ഓർത്തു. വീടിൻ്റെ കാവിപ്പാകിയ കോലയുടെ മുനമ്പിൽ വധുവരന്മാരെ സ്വീകരിക്കാൻ സച്ചിയുടെ മാതാപിതാക്കളും പ്രായം ചെന്ന സ്ത്രീകളും നിന്നിരുന്നു. കാൽ കഴുകിച്ച് വിളക്ക് കൊളുത്തി ആരതി ഒഴിഞ്ഞു. അരിയും പൂവും തറയിലിട്ട് അനുഗ്രഹിച്ചു. വിളക്ക് കമലയ്ക്ക് കൊടുത്ത് അകത്തേക്ക് വിളിച്ചു. സച്ചി അവളെ മാല കൂടെ വാങ്ങി കൂടെ നടന്നു. അകത്ത് മധുരം കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞു. സച്ചിയുടെ സഹപ്രവർത്തകരും കുറച്ച് സഹപാഠികളും വന്നിരുന്നു. രാത്രി അവരെ കഥയും കവിതയും ഒക്കെയായി ചെറിയൊരു പാർട്ടി നടന്നു. ഏറെ വൈകാതെ അത് സച്ചി നിർത്തുകയും ചെയ്തു. ഒരു പ്രണയകാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ അവസാനമാണിന്ന്. നിറയെ പച്ച നിറത്തിനാലും മകരമാസത്തിലെ കുളിര് അല്പം കഠിനമായി തന്നെ നിലകൊണ്ടിരുന്നു. രാത്രിയിലെ പാർട്ടിയും എല്ലാം കഴിഞ്ഞ് വീട് ശാന്തമായി നിദ്രയെ പുൽകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നു. വീടിന് താഴത്ത് കമലയും വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ കാത്തിരുന്നു. മുണ്ടും നേരിയതും ചുറ്റി നനഞ്ഞ മുടി കുളിപ്പിന്നിലിട്ട് കെട്ടി അവളൊരു ഗ്ലാസ് പാലുമായി ഗോവണിപ്പടി കയറി. ഇന്ന് വരെയില്ലാത്ത ഒരുതരം ഭയമോ വെപ്രാളമോ അവളെ പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ശബ്ദമില്ലാതെ അവൾ പടികൾ കയറി. സച്ചിയുടെ മുറിയുടെ നേരെ മാത്രം മുറിയിലെ വെളിച്ചം വരാന്തയിൽ വ്യാപിച്ചിരുന്നു. അല്പം വിറയാർന്ന പാദങ്ങളോടെ അവൾ മുറിയിലേക്ക് പ്രവേശിച്ചു. സച്ചി പുറം തിരിഞ്ഞിരുന്ന ജനാലയ്ക്കൽ അടുത്തിട്ട മേശക്കരികിലിരുന്നു എന്തോ എഴുതുകയായിരുന്നു. അവളുടെ അനക്കം അറിഞ്ഞെന്നോണം സച്ചി തിരിഞ്ഞു നോക്കിയതും അവൾ അയാളെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. വന്നിട്ടെന്തേ വിളിക്കാഞ്ഞേ? സച്ചി എഴുത്ത് നിർത്തി വശത്തേക്കിരുന്ന് ചോദിച്ചു. മാഷ് എന്തോ എഴുതണത് കണ്ടു, അതുകൊണ്ട് വിളിക്കാൻ തോന്നിയില്ല.
അവൾ പാൽ ഗ്ലാസ് മേശമേൽ വെച്ച് ജനാല ചാരി നിന്നു. മകരത്തിലെ മരം കോച്ചുന്ന തണുപ്പ് ജനലിൽ കൂടെ അരിശിറങ്ങുന്നുണ്ടായിരുന്നു. സച്ചി പോയി അകത്തിൻ്റെ വാതിൽ തഴുതിച്ചിട്ട് വന്നു. കമലയപ്പോൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നിലാവ് ചെറുതായി പരന്നിരുന്നു. പരസ്പരം സംസാരിക്കാൻ ഏറെയുണ്ടായിരുന്നു. പക്ഷെ രണ്ടാൾക്കും എന്തൊക്കെയോ ഉള്ളിൽ ഇളകി മറിയുന്നു. സച്ചി എഴുതിക്കൊണ്ടിരുന്ന ഡയറി മേശമേൽ അവൾ കരികിലേക്ക് നീക്കി വെച്ചു. അതിൽ ഇപ്രകാരം കുറിച്ചിരുന്നു: ഞാനെൻ്റെ പ്രണയത്തെ സ്വന്തമാക്കിയിരിക്കുന്നു. കവിത പോലെ എന്നിൽ ചേർന്ന് ഒരു പുഴ പോലെ ഒഴുകാൻ ഇനി അവളും കൂടെ കാണും. കമലയുടെ കണ്ണിൽ അപ്പോൾ കണ്ട നീർത്തിളക്കം സന്തോഷത്തിൻ്റെതാണ്. പിന്നീട് ആ കണ്ണുകളിലും കവിളുകളിലും ഉദിച്ചു നിന്നത് മറ്റെന്തൊക്കെയായിരുന്നു. സച്ചി കമലയ്ക്ക് അഭിമുഖമായി നിന്നു. കണ്ണുകളിൽ കണ്ണുകൾ നിറഞ്ഞു. മുറിയിലെ മഞ്ഞ് വെളിച്ചം വെള്ള വെളിച്ചത്തെ ഇല്ലാതാക്കി. നേർത്ത തണുത്ത കാറ്റിൽ അവളുടെ മുടി പാറിക്കളിച്ചു. സച്ചിയുടെ മുഖത്തെ അവ ചുംബനം കൊണ്ട് മൂടി. തണുപ്പ് ഏറെ രണ്ടുപേരിലും. സച്ചി അവളുടെ കൈകളെ കോർത്തു പിടിച്ചു. നെഞ്ചി പൊട്ടിപ്പോകുമെന്ന അവസ്ഥയിൽ ഉച്ചസ്ഥായിൽ കൊട്ടുന്നു. സച്ചി കമലയുടെ കൈകൾ എടുത്ത് തൻ്റെ നെഞ്ചിൽ വെപ്പിച്ചു. അയാളുടെ ഹൃദയതാളം അവൾക്ക് കവിതയായി. രണ്ടുപേരുടെയും ഉള്ളിൽ ഹൃദയം ഉറക്കം മിടിക്കുന്നത് രാത്രിയുടെ നിശബ്ദതയിൽ അവരറിഞ്ഞു. മകരമാസത്തിലെ തണുപ്പ് കാറ്റായി ജനാലിക്കുള്ളിലൂടെ അകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എഴുതിക്കൊണ്ടിരുന്ന പേപ്പർ സച്ചി മടക്കി ഡയറിയിലേക്ക് വെച്ചു. മേശയ്ക്ക് മുകളിലെ ബുക്കുകൾ ഒന്നൊന്നായി അടുക്കി വെച്ചു. അവരിലെ താളം അതുപോലെ ഒന്നാവാൻ പോവുകയാണെന്ന യാഥാർത്ഥ്യം അവരിവരുടെയും ഉള്ളിൽ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടിരുന്നു. സച്ചി ഫോൺ എടുത്ത് കമലയെ നോക്കി. മധുരമായ തേനൂലുന്ന ചിരി. സച്ചി ഫോൺ എടുത്ത് പ്ലേലിസ്റ്റ് തിരഞ്ഞത് കണ്ടെത്തിയതുപോലെ അയാൾ ചിരിച്ചു. കട്ടിൽ ചാരിയിരിക്കുന്ന അവളെ അടുത്തേക്ക് അയാൾ അടുത്തിരുന്നു. പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ കമല നീ? നമ്മുടെ ഒരുമിക്കൽ ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെ മതിയെന്ന്. ഇരുനിറമാർന്ന അവളുടെ മുഖത്തെ നാണം പ്രതിഫലിച്ചത് ആ കണ്ണുകളിലായിരുന്നു. മുഖമുയർത്താൻ പറ്റുന്നില്ല. കവിളിണകൾ പിടപ്പേർന്നു. സച്ചി തൻ്റെ തണുത്ത കൈവിരലുകളാലെ കമലയുടെ മുഖം പിടിച്ചുയർത്തി. പേടിച്ചേരേണ്ട പേടമാനിൻ്റെ മിഴികളാണ് അവൾക്കിപ്പോൾ. സച്ചി പാട്ട് ഓൺ ചെയ്തു. വരികൾക്ക് മുൻപേ സംഗീതം വന്നു. സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ, ചെമ്മാന പൂമുട്ടം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളേ. സച്ചിയുടെ അകവും പുറവും ഒരുപോലെ കാമവും പ്രണയവും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പാട്ടിൻ്റെ ഈരടികൾ രണ്ടുപേരിലും പ്രണയത്തിൻ്റെ മത്തു പിടിപ്പിച്ചുകൊണ്ടിരുന്നു. കമലയുടെ കണ്ണുകളിലും കവിളുകളിലും സച്ചിയുടെ നനുത്ത ആദരങ്ങൾ ഒപ്പിക്കൊണ്ടിരുന്നു. കുറുകലുകൾ, ശീൽക്കാരങ്ങൾ, പിടച്ചിലുകൾ, രണ്ടുപേരിലും ഒരേപോലെ ആവേശം. അത്രകാലം അയാളിലേക്കുള്ള തൻ്റെ പ്രണയത്തിൻ്റെ എല്ലാ അതിരുകളും ഇനി തനിക്ക് നിഷ്പ്രയാസം ഭേദിക്കാം എന്ന ചിന്ത അവളിലെ പെണ്ണെ ഏറെ ഉണർത്തിക്കൊണ്ടിരുന്നു. കുങ്കുമമിട്ട കവിൾ തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, കുങ്കുമമിട്ട കവിൾ തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, മഞ്ഞളണിഞ്ഞൊരു പൂമേയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പിന്നെ. വരികളിൽ നിറയെ അവളാണെന്ന് അവളിലെ മറുകൾ നീങ്ങിയപ്പോൾ ഒരു വേള സച്ചിക്ക് തോന്നിപ്പോയി. ഇത്രനാൾ അവളിൽ പടരാനുള്ള അടങ്ങാത്ത മോഹങ്ങൾ സച്ചി ചെറിച്ചുള്ള ചുംബനങ്ങളിലൂടെ അവളെ അറിയിച്ചു കൊണ്ടിരുന്നു. അവളിലെ ഓരോ അണുവും മറിഞ്ഞുകൊണ്ട് ചുണ്ടുകൾ അവളിലും അയാളിലും മലഞ്ഞു. ചിലപ്പോൾ തേടിയത് ലഭിച്ചതുപോലെ ചിലയിടത്ത് തങ്ങി. കിതപ്പുകൾ, കട്ടിലെ ഉയരകൾ, മുറിക്കുള്ളിൽ പാട്ടിനൊപ്പം അലിഞ്ഞു ചേർന്നുകൊണ്ടിരുന്നു. സച്ചി അവളെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അവളിൽ നാണം കൊണ്ട് കണ്ണുകൾ പാതി അടഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. രണ്ടുപേരും ഒരുപോലെ നനഞ്ഞിരുന്നു. അവളുടെ പൊക്കൽ ചുഴിയിൽ സച്ചി തീർത്ത കോറിയിടലുകളിൽ അവൾ പിരിവിരിൽ ഉയർന്നു പോയിക്കൊണ്ടിരുന്നു. പാട്ടിൻ്റെ ചലനം അഗാധമായി. രണ്ടുപേരും ഒരു കൈവഴിയായി ഒഴുകാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നു. സച്ചി ഉയർന്നു വന്ന് അവളിലെ പെണ്ണിനെ ഉണർത്താൻ എന്ന വണ്ണം അവളുടെ മാറിൽ പതിയെ മൊത്തി. കമല സച്ചിയെ തന്നിലേക്ക് അമർത്തി പിടിച്ചു. ഇനിയും വയ്യ പെണേ, ഞാൻ എടുക്കുകയാണ് എൻ്റെ പെണ്ണിനെ. സച്ചി അതും പറഞ്ഞുകൊണ്ട് തന്നെ മാറിൽ അണിഞ്ഞിരിക്കുന്ന കമലയുടെ മുഖത്തേക്ക് നോക്കി. കുറേശ്ശെ വിയർപ്പ് പൊടിഞ്ഞ അവളുടെ മുഖം ഒന്നാക്കി സച്ചി വിരലുകൾ പായിച്ചു. വരികൾക്കിടയിൽ എപ്പോഴും സച്ചി അവൾക്കായി കാത്തുവച്ച് തന്നെ അവളിലേക്ക് ആവാഹിച്ചിരുന്നു. കമലയൊന്ന് പിടഞ്ഞുകൊണ്ട് ചെറുനോവിനെ സ്വീകരിച്ചു. പതിയെ അവളിൽ അയാൾ ചലിച്ചു തുടങ്ങി. ഇരുദേഹങ്ങളും
കാമത്തിൻ്റെ അത്യുന്നതിയിൽ ഒരുമിച്ചു. അവളിൽ അയാളും അയാളിൽ അവളും പൂത്തിറങ്ങി. പൂമരമായി. സച്ചി അവളിൽ തന്നെ തളർന്നു. അവൾ ഒതുക്കി പിടിച്ചു. തളർച്ചയിലും സച്ചിയുടെ കൈവിരലുകൾ അവളിൽ കളം തീർത്തു. പാട്ട് നിന്നു. രണ്ടുപേരും ഒരുപോലെ പൂർണ്ണതയിൽ ആനന്ദത്തോടെ കിടന്നു. സച്ചി അവളുടെ ഇടതോർന്ന മുല്ലപ്പൂ മണമുള്ള മുടിയിൽ മുഖം പൂഴ്ത്തി അവൾ നെഞ്ചോരം കിടന്നു. ശ്വാസം നേരെയായപ്പോൾ രണ്ടുപേരും മനസ്സ് നിറഞ്ഞതുപോലെ ചിരിച്ചു. പിറ്റേ ദിവസത്തെ പ്രഭാതങ്ങൾക്കിടയിലും അവർക്ക് പ്രണയപരിവശ്യത്തോടെ സംഗമിക്കേണ്ടി വന്നു. സച്ചിദാനന്ദനും കമലയും നിറയെ കാലം ഒരു കവിത പോലെ ജീവിച്ചു തീർക്കട്ടെ.